അറ്റ് ദ വേവ്സ് സമ്മിറ്റ് മുംബൈ PMO ഇന്ത്യ, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ക്യാപ്ഷനും വെച്ചിട്ട് ലാലേട്ടൻ ഷെയർ ചെയ്തിരിക്കുന്ന കുറച്ച് ഫോട്ടോസ് ഉണ്ട്. അതിൽ വന്നിരിക്കുന്ന ആൾക്കാർ മോഹൻലാലുണ്ട്, രജനികാന്ത് സാറുണ്ട്, ഹേമമാലിനി ഉണ്ട്, ചിരഞ്ജീവി ഉണ്ട്, അങ്ങനെ അക്ഷയ് കുമാറുണ്ട്. അങ്ങനെ വലിയ ഇന്ത്യയിൽ തന്നെ എല്ലാ ഇൻഡസ്ട്രിയിലെയും പ്രഗത്ഭരായ കുറച്ച് ആൾക്കാരുടെ ഫോട്ടോയാണ് അദ്ദേഹം ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ സംഭവം എന്ന് പറയുന്നത് ഒരു സമ്മിറ്റാണ്. അത് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്, ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. മുംബൈയിൽ വെച്ച് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അതിൽ പ്രൈം മിനിസ്റ്റർ മോദി ഒരു സ്പീച്ച് ഉണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് കേട്ടപ്പോൾ മനസ്സിലായത്, ഇതെല്ലാ വർഷവും നടക്കാൻ പോകുന്ന ഒരു സമ്മിറ്റാണ്. അതിൽ എന്താണ് ഇന്ത്യ ഗവൺമെൻറ് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടൻറ് ക്രിയേറ്റേഴ്സ്, ലോകമെമ്പാടും പോകാൻ പോകുന്ന കണ്ടൻറ് ക്രിയേഷനാണ് ലോകമെമ്പാടും റൂൾ ചെയ്യാൻ പോകുന്നത്. അതിന് വലിയ സാധ്യതകളാണ്. ട്രില്യൺ കണക്കിന് വരുമാനം രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതാണ്. രാജ്യത്തിൻ്റെ GDP ഉയർത്താൻ ഒത്തിരി കാരണമാകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രഗത്ഭരായ എല്ലാ ആൾക്കാരും, ഷാറൂഖ് ഖാൻ ഉണ്ടായിരുന്നു, ആമിർ ഖാൻ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള ഇന്ത്യയിലുള്ള പ്രമുഖരായ എല്ലാ വ്യക്തികളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു സൂചനയാണ്. സൂചന എന്ന് പറഞ്ഞാൽ ഒരു ശുഭസൂചന അല്ലെങ്കിൽ ഒരു വാഗ്ദാനം എന്ന് തന്നെ പറയാം. എനിക്കതിൽ മനസ്സിലായത്, നിങ്ങൾക്ക് അത്യാവശ്യം സ്കില്ലുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എഴുതാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാനോ, അത് വീഡിയോ ആയിക്കോട്ടെ, ഒരു ടോക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വർക്കൗട്ടിൻ്റെ സംഭവങ്ങളായിക്കോട്ടെ, നോളജ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ സമയം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ സാധനങ്ങൾ വേൾഡ് മാർക്കറ്റിലേക്ക് പോകാൻ പോവാണ്. അതിനുള്ള ഒരു സംരംഭമാണ് കേന്ദ്ര സർക്കാർ ഇവിടെ കോർഡിനേറ്റ് ചെയ്ത് ഇത്ര ആൾക്കാരെ, ഇത്ര സെലിബ്രിറ്റീസിനെ വിളിച്ച് അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ, നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ലായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഞാൻ മേൽ പറഞ്ഞ കാര്യങ്ങളായിക്കോട്ടെ, അത് വേൾഡ് മാർക്കറ്റിലേക്ക് എത്തും. അതുകൊണ്ട് വരുമാനം, ആ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒത്തിരി വരുമാനം വരും, പേഴ്സണലായിട്ടും വരും, രാജ്യത്തിനും കിട്ടും. അതിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഹോളിവുഡ് സിനിമകളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത്. കാര്യം ആ ഭാഷ എല്ലാ ആൾക്കാർക്കും അറിയാം. ആ കണ്ടൻറ്റ് കാണാൻ, അതിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള അതിൻ്റെ സ്വഭാവം കാണാൻ, അതിൻ്റെ മേക്കിംഗ് കാണാൻ, അതിൽ മുടക്കിയിരിക്കുന്ന ടെക്നോളജി അല്ലെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന ടെക്നോളജി, അതിൻ്റെ പല സംഭവങ്ങളും കാണാൻ എല്ലാ ആൾക്കാർക്കും കൊതിയാണ്. ഇൻ കേസ് നമുക്ക് സ്റ്റോറി മനസ്സിലായില്ലെങ്കിൽ പോലും അത് കണ്ടിരിക്കാൻ ഒരു രസമുണ്ട്. അപ്പോൾ ആ രീതി അവരാണ് ഇന്ന് ലോകം മുഴുവനും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്തേക്ക് നമ്മുടെ ഇൻഡസ്ട്രിയും കൂടി കയറ്റണം എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, യുറാസിക് പാർക്കൊക്കെ നമ്മൾ കാണാത്ത ആൾക്കാരുണ്ടായില്ലേ ലോകത്ത്. അത് ഏത് ഭാഷയായാലും ഏത് രാജ്യമായാലും പട്ടിണി ആയാലും നല്ല രീതിയിലുള്ള ജീവിത രീതി ആയാലും എല്ലാവരും അത് കാണും. എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ മേഖലയാണ്. അത് ലോകത്തിൽ ഭാഷയ്ക്ക് അവിടെ സ്ഥാനമില്ലെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഈ കൊറോണ വരുന്നതിന് മുന്നെയാണ് കൊറോണ വന്ന് ജസ്റ്റ് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ നമ്മൾ ഇന്ത്യയിൽ ബാൻ ചെയ്തൊരു സാധനം ഉണ്ടായിരുന്നു, ടിക്ടോക്ക്. നമ്മുടെ സേഫ്റ്റിയുടെ പ്രയോറിറ്റി വന്നപ്പോൾ അതിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു സേഫ്റ്റി പ്രോബ്ലം വന്നപ്പോഴാണ് അതിനെ ഇന്ത്യ ഗവൺമെൻറ് ബ്ലോക്ക് ചെയ്തത്. പക്ഷേ ആ സംഭവം കണ്ടുപിടിച്ചത് ചൈനയായിരുന്നു. ചൈന അതെത്രയോ വലിയ ഹ്യൂജ് മാർക്കറ്റാണ് അതിലുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ നല്ലൊരു വരുമാന സ്രോതസ്സായിട്ട് അത് മാറി എന്നുള്ളതാണ്. അതേപോലെ അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വിൽക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത്. ഫേസ്ബുക്ക്, ട്വിറ്റർ, അതായത് നമ്മുടെ എക്സ്, ഇപ്പോഴത്തെ എക്സ്. ഫേസ്ബുക്കിൻ്റെ ഓണർ സുക്കംബർഗാണ്, വാട്സപ്പിൻ്റെ ഓണർ അയാൾ തന്നെയാണ്, യൂട്യൂബിൻ്റെയും അയാൾ തന്നെയാണ്. അതേപോലെ അവരുടെ തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം. അതേപോലെ അപ്പോൾ അത്രയും വലിയ പ്ലാറ്റ്ഫോമുകൾ അവർ ലോകം മുഴുവനും ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് സർക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ഏണിങ്സ് അവരുടെ രാജ്യത്തിന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ നമുക്കും സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ ഗവൺമെൻറ് മുന്നിലേക്ക് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് ഒത്തിരി സാധ്യതകളുണ്ട് ആ മേഖലയിൽ ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട്. കാര്യം നമ്മുടെ ഈ ഒരു രാജ്യത്ത് ഒത്തിരി രസകരമായ കൾച്ചറുകളിലൂടെയുള്ള ഒത്തിരി എൻ്റർടൈൻമെൻറ്റ് സംഭവങ്ങൾ ഇറക്കിയിട്ടുണ്ട്, പല ആൾക്കാരും ഇറക്കിയിട്ടുണ്ട്. സിനിമകളുണ്ട്, സംഗീതമുണ്ട്, പിന്നെ അത് ബാക്കി ഭക്ഷണ രീതികളുണ്ട്, കൾച്ചറുണ്ട്, അങ്ങനെ പല ഓരോ കൾച്ചറിലുള്ള ആഘോഷങ്ങളുണ്ട്. പല പല കാര്യങ്ങളും ഈ ലോകത്തിന് പരിചിതമല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും. ഇത് കണ്ടിരിക്കാൻ രസകരമാണ്. ഇന്ത്യയിൽ തന്നെയുള്ള എത്രയോ കാര്യങ്ങളുണ്ട്, എത്ര ലാംഗ്വേജ് ഉണ്ട്. എല്ലാവരുടെയും കൾച്ചറിലുള്ള ആഘോഷങ്ങൾ, അവരുടേതായിട്ടുള്ള വിനോദങ്ങൾ, അവരുടെ ആർട്സ് അല്ലെങ്കിൽ അവരുടെ സ്പോർട്സ് ഐറ്റംസ്, അവരുടെ സംഗീതം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ലോകത്തിനൊരു പുതുമയായിരിക്കാം. അത് ആസ്വദിക്കാനാണ് ഇവിടെ വിനോദസഞ്ചാരികൾ കൂടുതലായിട്ടും വരാറുള്ളത്. നമ്മളത് അറിയുന്നില്ല എന്നേ ഉള്ളൂ. അവർ ഇന്ത്യയിൽ പല സ്ഥലത്തും പോയി പല രീതിയിലുള്ള എക്സ്പ്ലോർ ചെയ്തിട്ട് തന്നെയാണ് അവർ തിരിച്ചു പോകുന്നത്.
അത് അവരിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു വരുമാനം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്ന് തന്നെയാണ് ഇൻഡിവിജ്വലായിട്ട് രാജ്യത്തിന്. അതാണ് ഇവർ വെച്ചിരിക്കുന്ന കാര്യം എന്ന് എനിക്ക് മനസ്സിലായത്. നമുക്കറിയാം യോഗ നമ്മൾ ലോകത്തിന് കൊടുത്തൊരു സംഭവമാണ്. യോഗയിലൂടെ ഇന്ന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് ഇന്ത്യക്കാർ മാത്രമല്ല, ഇന്ത്യക്കാരിൽ നിന്നും ഇത് പഠിച്ച് ഇതിൻ്റെ രീതികൾ മനസ്സിലാക്കിയ വിദേശികൾ ഒത്തിരി പേര് ഈ സംഭവം പഠിച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട്. കാര്യം ഞാൻ യോഗ പഠിച്ച സമയത്ത് എൻ്റെ കൂടെ പഠിക്കാനുണ്ടായിരുന്നത് ഞങ്ങൾ 2 ഇന്ത്യക്കാരേ ഉള്ളൂ. ബാക്കി പഠിച്ചതൊക്കെ റഷ്യൻസ് ഉണ്ടായിരുന്നു, അതേപോലെ ഉക്രൈൻ, അതേപോലെ ഈജിപ്റ്റ്, ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിലുള്ള ആൾക്കാർ, ഫിലിപ്പീൻസ്, ഇതൊക്കെയാണ് എൻ്റെ കൂടെ പഠിക്കാനുണ്ടായിരുന്ന സ്റ്റുഡൻസ്. അപ്പോൾ അങ്ങനെയാണ് അത് വിറ്റഴിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ മറ്റുള്ള രാജ്യക്കാരാണ് വിറ്റഴിക്കുന്നത്, അത് നമ്മൾ തന്നെ വിനിയോഗിക്കണം എന്നുള്ള രീതിയിലുള്ളൊരു സൂചനയും കൂടിയാണ് പ്രധാനമന്ത്രി മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്കിതിനകത്ത് പറയാനുള്ള മനസ്സിലായ കാര്യം, കണ്ടൻറ് ക്രിയേറ്റേഴ്സ് നിങ്ങൾക്ക് ആ സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക കുറച്ച് സമയം കൂടുതലായിട്ട്. വരുന്നൊരു ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വലിയൊരു മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തരുന്ന ഒരു സംഭവമായിരിക്കാം. കാര്യം ഇത് പറയാനുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് കുറേ കാലം മുന്നേ നമ്മുടെ സിനിമകൾ ഇന്ത്യയിലേക്കൊന്ന് റീച്ച് ചെയ്യിക്കാനായിട്ട്, ഇന്ത്യയിലെ ബാക്കി സ്ഥലങ്ങളിലേക്ക് റീച്ച് ചെയ്യിക്കാനായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാര്യം ഇന്ത്യയിലെ ഏറ്റവും ക്വാളിറ്റി കണ്ടൻറ് ഉള്ളത് നമുക്കാണ്. ആ കണ്ടൻറ് മോഹിച്ചിട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പരിഭാഷ നടത്തിയിരിക്കുന്ന സിനിമകളെന്ന് പറയുന്നത് മലയാള സിനിമകളാണ്. ഹിന്ദിയിലേക്ക് ഏറ്റവും കൂടുതൽ റീമേക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന സിനിമകളെന്ന് പറയുന്നത് മലയാള സിനിമകളായിരിക്കും. അത് നമുക്ക് അവിടെ നേരിട്ട് റീച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ആ പ്രശ്നങ്ങൾ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ മലയാള സിനിമകൾ തന്നെ ഹിന്ദിയിലേക്ക് ഡബ് ചെയ്ത് ഇറക്കാൻ തുടങ്ങി. അതേപോലെ മലയാള സിനിമകൾ ബാക്കി ഭാഷകളിലേക്ക്, കന്നഡയായാലും തെലുങ്കായാലും, ഇതെല്ലാം നമുക്ക് ഓപ്പണായി. കൊറോണ അതൊരു വലിയ കാരണമായിരുന്നു. ദൃശ്യം 2 ഇന്ത്യയിൽ മൊത്തം നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയെ കുറച്ച് കൂടുതലായിട്ട് അറിഞ്ഞു, ജോർജ് കുട്ടിയെ അറിഞ്ഞു. അപ്പോൾ അതൊരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ മാർക്കോയുടെ വിജയം, അല്ലെങ്കിൽ എമ്പുരാൻ്റെ വിജയം, അല്ലെങ്കിൽ നമുക്ക് വന്നിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സിൻ്റെ വിജയം, അങ്ങനെ മലയാളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒത്തിരി സിനിമകളുടെ വിജയങ്ങളെന്ന് പറയുന്നത് ഇന്ത്യയിൽ മൊത്തം ആഘോഷിക്കാൻ തുടങ്ങി. അതായത് നമ്മൾ ചെറിയ കേരളം എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് വളർന്ന് കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും എത്താനുണ്ട് ഒത്തിരി. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പുകൾ പോകാൻ പോകുന്നത് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ മാർക്കറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിയേറ്റീവ്സ് എല്ലാം വേൾഡ് മാർക്കറ്റിലേക്ക് പോകാൻ പോകും. ശരിക്കും അതിൻ്റെ ഒരു അത് തന്നെയാണ് അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഡെസ്റ്റിനി എന്ന് പറയുന്നത്. കാര്യം അത്രയും വലിയ പ്ലാറ്റ്ഫോമുകൾ ഇന്ന് ഓപ്പണാണ്. ഇന്ന് ലോകമെന്ന് പറയുന്നത് ഒരു വില്ലേജായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാ ആൾക്കാർക്കും എല്ലാ രാജ്യത്തെയും കൾച്ചർ അറിയാനും, എല്ലാ ആൾക്കാരും സ്വന്തം ആൾക്കാരെ പോലെ, വീട്ടിലെ ഒരു അംഗത്തിനെ പോലെ നമുക്ക് തോന്നാനുമുള്ള കാരണങ്ങൾ ഈ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പല ആൾക്കാർക്കും അങ്ങനെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇനി വരാൻ പോകുന്നൊരു ഫ്യൂച്ചർ. ഓക്കെ, ബൈ ബൈ.